വെൽക്കം ബാക്ക് ടു റെഡിഫൈ. ഒരു പ്രോപ്പർ സെറ്റപ്പ് വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോയിൽ എനിക്ക് സംസാരിക്കാനുള്ളത് പ്രധാനമായിട്ടും നമ്മളെ ദേശീയ പതാകയെ പറ്റിയാണ്. ഞാൻ വരുന്ന വഴിയിൽ നാളെ ഓഗസ്റ്റ് 15 ആയതുകൊണ്ട് തന്നെ ഒരുപാടിടങ്ങളിൽ നമ്മളെ ദേശീയ പതാക വഴിയോരങ്ങളിലിട്ട് വിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഒരുപാട് പേര് വാങ്ങുന്നതുണ്ടായിരുന്നു. വാങ്ങുന്നവരെല്ലാം അവരുടെ ഉള്ളിൽ ആ ദേശീയ സ്നേഹം തന്നെയാണ് ആ വാങ്ങുന്ന സമയത്ത് കാണിക്കുന്നത്. നല്ല കാര്യം. അപ്പം ഈ വീഡിയോയിൽ ഞാൻ ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നിനും അല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ജസ്റ്റ് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം. ഒന്നാമത്തെ കാര്യം, നമ്മളെ ദേശീയ പതാക എന്നുള്ളത് ഒരു അലങ്കാര വസ്തുവല്ല. റോഡുകളിൽ ഇട്ട് വിൽക്കാൻ വേണ്ടിയിട്ടും അത് കാണുമ്പോൾ നമ്മൾ പോയി വീട്ടിൽ വാങ്ങി വയ്ക്കാനും അതൊരു അലങ്കാര വസ്തുവല്ല. നിങ്ങൾക്കറിയാം അത്. നിങ്ങൾ ആ ദേശീയ സ്നേഹത്തോടുകൂടി തന്നെയാണ് അത് വാങ്ങിക്കുന്നതെന്നുള്ളത്, അതെനിക്കറിയാം. പക്ഷേ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ വീടുകളിൽ അത് വാങ്ങി വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും? അതിനെ കുറച്ച് ദിവസത്തേക്ക് കഴിഞ്ഞ ഒരു ഓഗസ്റ്റ് 15 വേണ്ട, റിപ്പബ്ലിക് ഡേക്ക് നിങ്ങൾ വാങ്ങിയ ദേശീയ പതാക ഇപ്പോൾ എന്താണ് അവസ്ഥ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതിപ്പം ഒന്നുകിൽ വീട്ടിൽ കാണും, ചില ആൾക്കാരുടെ വീട്ടിൽ ഭദ്രമാക്കി അത് വെച്ചിട്ടുണ്ടാവും. ഭദ്രമാക്കി വയ്ക്കുന്ന റോഡിൽ കാണുന്ന ഇതുപോലത്തെ ദേശീയ പതാക വാങ്ങി കൂട്ടേണ്ട കാര്യമില്ല. പൈസ ഉണ്ടെങ്കിൽ വാങ്ങാം, അത് വേറെ കാര്യം. അല്ലാതെ വാങ്ങേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെ വീടുകളിൽ ഒരു ദേശീയ പതാക തന്നെ ധാരാളമാണ്. അപ്പം ഈ വാഹനങ്ങളിൽ ദേശീയ പതാക കൊണ്ടുവയ്ക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ കണ്ടു. പക്ഷേ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യിക്കാനുള്ള കാരണം, ഞാൻ വരുന്ന വഴിയിൽ ഒരാൾ ദേശീയ പതാക അയാളുടെ വാഹനത്തിൻ്റെ പിന്നിൽ കെട്ടിവെക്കുക എന്ന് പറയുമ്പോൾ ചെളിയൊക്കെ തെറിക്കാൻ പറ്റുന്ന രീതിയിൽ താത്താണ് കെട്ടിവെച്ചിരിക്കുന്നത്. ഞാൻ അയാളോട് പോയി പറഞ്ഞു, ഇങ്ങനെ ചെയ്യരുത്, ഇത് തെറ്റാണ്. അപ്പം പുള്ളിക്കാരൻ എല്ലാ അറിവുമുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ പറഞ്ഞു, നീ എന്നെ കൂടുതൽ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് സംസാരം ഉണ്ടായി. അടിയുണ്ടാക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് ഞാൻ മാറിപ്പോയി. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് പോയിട്ട് അടിയുണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. സോ ഞാൻ മാറിപ്പോയി. ഇപ്പം ആ ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. പലർക്കും ദേശീയ പതാക വാങ്ങണം എന്നുള്ളത് ആ ഒരു കാലഘട്ടത്തിൽ ഒരു സീസൺ അനുസരിച്ച് മാത്രം വരുന്ന സാധനമാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ദേശീയ പതാക എന്നുള്ളത് ഒരു സീസൺ അനുസരിച്ച് വാങ്ങേണ്ട സാധനമല്ല. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട ഒരു സിമ്പലാണ്. അപ്പം നിങ്ങൾ ദേശീയ പതാക വാങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ വാങ്ങുന്ന ദേശീയ പതാക എന്ന് പറയപ്പെടണമെങ്കിൽ അതിനും ഒരു ആസ്പെക്ട് റേഷ്യോ ഉണ്ട്. അതായത് നീളവും വീതിയും ഇത്ര തന്നെ ആയിരിക്കണം എന്നൊരു കണക്കുണ്ട്. 3:2 അതിൻ്റെ ആ റേഷ്യോ. അതായത് നമ്മളുടെ വീതിയും നീളവും ഉണ്ടാവേണ്ട സൈസ് എന്ന് പറയുന്നത് 3:2 തന്നെ ആയിരിക്കണം. രണ്ടാമത്, നമ്മൾ വാങ്ങുന്ന ആ ഒരു ദേശീയ പതാക അതേ റെസ്പെക്റ്റോടുകൂടി തന്നെ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യണം. നമ്മളൊരിക്കലും നമ്മളൊരു വാഹനത്തിൻ്റെ പിന്നിൽ ചെളി തെറിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ തലകീഴെ വയ്ക്കുകയോ ബോണറ്റിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് താഴ്ത്തി വയ്ക്കുകയോ ഇതൊന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ ദേശീയ പതാക മണ്ണിൽ തട്ടുകയോ ജലത്തിൽ തട്ടുകയോ ചെയ്യാൻ പാടില്ല. ആ രീതിയിൽ വേണം നമ്മളത് ഉപയോഗിക്കാൻ. എന്നാൽ പുതിയ ഭേദഗതി അനുസരിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളിൽ ഇളവുകളുണ്ട് നമ്മുടെ ദേശീയ പതാക ഉപയോഗിക്കുന്നതിൽ. പണ്ട് നമ്മളെ വീടുകളിൽ നമ്മൾ ദേശീയ പതാക ഉയർത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു സ്കൂളുകളിൽ ഉയർത്തുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു തുറസായ സ്ഥലത്ത് നമ്മൾ ദേശീയ പതാക ഉയർത്തുകയാണെങ്കിലും ഉയർത്താൻ ചില ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ മാത്രമേ സാധാരണക്കാരന് ചെയ്യാനുള്ള അവകാശമുള്ളൂ. 2 എന്ന് പറയുന്നത്, ദേശീയ പതാക ഉദയത്തിന് ശേഷം ഉദയത്തിനോടൊപ്പം ഉയർത്തുകയും അതിനുശേഷം സൂര്യാസ്തമയത്തിന് മുന്നേ താഴ്ത്തി അത് മടക്കി മാറ്റി വയ്ക്കുകയും ചെയ്യുകയും ഉയർത്തുന്ന സമയത്തോ താഴ്ത്തുന്ന സമയത്തോ അത് മണ്ണുമായോ ജലവുമായോ സ്പർശിക്കാൻ പാടുള്ളതുമല്ല എന്നുള്ള ഒരു നിയമം ഉണ്ടായിരുന്നു. പക്ഷേ 2022 വന്നൊരു ഭേദഗതി അനുസരിച്ച് നമുക്ക് ദേശീയ പതാക നമ്മളെ വീടുകളിൽ എത്ര നാളായിരുന്നെങ്കിലും നമുക്ക് ഫ്ലാഗ് ചെയ്ത് നിർത്താനുള്ള ഒരു അവകാശം ഇപ്പോൾ ഉണ്ട്. ഈ ഫ്ലാഗ് ചെയ്ത് നിർത്താനുള്ള അവകാശം നമുക്കുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. സൂര്യപ്രകാശവും വെയിലും മഴയും എല്ലാം ഏറ്റേറ്റ് ഇതിൻ്റെ നിറം മങ്ങാനും കീറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദേശീയ പതാക നമ്മൾ ഉപയോഗിക്കുന്ന ഫസ്റ്റ് ദിവസം എത്ര വൃത്തിയോടുകൂടിയും എത്ര ആ ഒരു സാച്ചുറേഷൻ ലെവലിൽ ഇരിക്കുന്നോ അതേ ലെവലിൽ തന്നെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം. അല്ലാതെ നമ്മളത് വാങ്ങി ഉയർത്തുക ചെയ്യാൻ പാടുള്ളതല്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ ദേശീയ പതാക റീൽസ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു വസ്തുവല്ല, മനസ്സിലാക്കുക. കാരണം നമ്മളെ റീൽസ് എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞു കുട്ടികൾ വരെ നമ്മുടെ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ഓടുന്നതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. കുഞ്ഞു കുട്ടികളുടെ കയ്യിലുള്ള കളിപ്പാട്ടമല്ല ദേശീയ പതാക. അത് ഉയർത്തിപ്പിടിക്കാൻ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മരണവും ജീവനും എല്ലാം കൊടുത്ത, മരണമല്ല ജീവനും ത്യാഗം ചെയ്തിട്ടുണ്ടാക്കിയതാണ്. ആ റെസ്പെക്റ്റ് നമ്മളത് കൊടുക്കണം. കുട്ടികളുടെ കയ്യിലൊരു കളിപ്പാട്ട വസ്തുവായിട്ട് കൊടുക്കരുത്. അതുപോലെ കുറേ ആൾക്കാർ കുഞ്ഞു കുട്ടികളുടെ അടുത്ത് ആ ദേശീയ പതാക കൊണ്ടുവയ്ക്കുന്നു, അതിൻ്റെ അടുത്ത് കിടത്തുന്നു, ഫോട്ടോ എടുക്കുന്നു. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇപ്പം നിങ്ങളെ പറഞ്ഞു തിരുത്താൻ മാത്രം ഒരു ലെവലിൽ നിൽക്കുന്നൊരു വ്യക്തിയല്ല. എങ്കിലും കുറച്ച് നാൾ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് NCC പോയതിൻ്റെ ബാക്കിയുള്ളതിൻ്റെയൊക്കെ കുറച്ച് അറിവുകൾ എനിക്കുണ്ട്. അത് വെച്ച് ഞാൻ പറയുവാണ്,
നിങ്ങളതിനെ റെസ്പെക്റ്റ് ചെയ്യുക. കാരണം ആ ഒരു ദേശീയ പതാക ഉയർന്നു നിൽക്കാൻ വേണ്ടി ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, ത്യാഗം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റെസ്പെക്റ്റ് നമ്മളവരോട് കാണിക്കണം. അപ്പം അതുപോലെ കുട്ടികളുടെ റീലെടുക്കാനോ മറ്റെന്തിനാണെങ്കിലും നിങ്ങൾക്ക് മറ്റ് പല മാർഗങ്ങളുണ്ടല്ലോ. ദേശീയ പതാക ഒഴിവാക്കി വയ്ക്കുക. പിന്നെ വസ്ത്രങ്ങളിൽ നമ്മൾ ദേശീയ പതാക പിന്നീട് വയ്ക്കുന്നൊരു സെറ്റപ്പുണ്ട്. നെഞ്ചിൽ വരുന്ന രീതി ദേശീയ പതാക, ത്രിവർണ്ണ പതാക, അശോക സ്തംഭങ്ങൾ ഉപയോഗിക്കുക. ഇതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചെയ്യാം, ചെയ്യരുത് എന്നല്ല. അത് നിങ്ങളുടെ മാത്രം വ്യക്തിപരമായ ചിന്തകളിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാട് മാത്രമാണ്. അപ്പം നിങ്ങളിത് കാണുന്നവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാതിരിക്കാം, ശരിയെന്ന് തോന്നാം, തെറ്റെന്ന് തോന്നാം, അത് നിങ്ങളുടെ ഇഷ്ടം. എനിക്ക് പറയാനുള്ളത് ദേശീയ പതാക റെസ്പെക്റ്റോടുകൂടി മാത്രം ഉപയോഗിക്കേണ്ട വസ്തുവാണ്. അപ്പം ശരി, ഇന്നെന്തായാലും ഇപ്പം സമയം ഓഗസ്റ്റ് 15, 2026 അതായത് നമ്മളെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഇന്നേക്ക് 79 വർഷം പൂർത്തീകരിച്ചിരിക്കുന്നു. അപ്പം ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.